ശരിക്കും ഈ ദേവാലയം ആർക്കുള്ള സ്ഥലമാണ്? ജയിച്ചവർക്ക് മാത്രമുള്ള സ്ഥലമല്ല, മറിച്ച് തോറ്റുപോയവർക്കും കൂടെ ഉള്ള ഇടമാണ്. ദേവാലയം ജയിച്ചവരുടെ സ്ഥലമല്ല, തോറ്റവരുടേത് കൂടെയാണ്. ഹോശേയ പ്രവാചകനെ പറ്റി പറയുന്ന ആദ്യത്തെ വരികളിൽ പ്രധാനം അയാൾ ഒരു തോറ്റുപോയ പ്രവാചകൻ എന്നാണ്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ അയാൾ വിജയിച്ച ആളാണ്. എ വൂണ്ടഡ് ആൻഡ് വൾണറബിൾ പ്രൊഫറ്റ് എന്നാണ് അയാളെ ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അയാൾ ദൈവത്തിന്റെ സന്നിധിയിൽ ജയിച്ച ഒരാളായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഞാൻ ശരിക്കും ചിന്തിച്ചത്, ഇന്നിവിടെ വന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഉദ്ഘാടനത്തിന് എന്താണ് ഒരു സന്ദേശം പകരുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നതെന്നാണ്. എനിക്ക് തോന്നുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. ഞാൻ എൻ്റെ ദേവാലയത്തിൽ യുവജനങ്ങളോട്, ഞാൻ ഇതുവരെ ഇരുന്നിട്ടുള്ള എല്ലാ ദേവാലയങ്ങളിലും യുവജനങ്ങളോട് ഒരു കാര്യവും ഇതുവരെ കമ്പൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇത് നിർബന്ധമായി ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് നന്നായി അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ദേവാലയത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ക്രിട്ടിസൈസ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അത് ആദ്യത്തേത് യുവജന പ്രസ്ഥാനമാണ്. മുതിർന്നവരിൽ നിന്ന് സ്നേഹബുദ്ധിയുള്ള ഉപദേശങ്ങളെ ഒരുപക്ഷെ ക്രിറ്റിസിസമായിട്ടൊക്കെ മാറ്റപ്പെടാൻ വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ദേവാലയത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറഞ്ഞു പോകുന്നത് വളരെ ചിന്തോദനീയമായ കാര്യവുമാണ്. ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ദേവാലയത്തിലെ യുവജന പ്രസ്ഥാന അംഗങ്ങളോട് ഒരിക്കലും നിങ്ങൾ ദേവാലയത്തിൽ ഈ സമയത്ത് തന്നെ വന്നിരുന്ന് നിർബന്ധമായി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ല. മറിച്ചൊരു കാര്യം ചെയ്യും. അതിങ്ങനെയാണ്, എല്ലാവർക്കും കൂടെ സമയമുള്ള ഒരു സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ പാട്ടായിട്ട് പാട്ട് പാടും. ചിലർ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരും, ഒരുമിച്ചിരുന്ന് പാട്ട് പാടും. അവർക്ക് അറിയാവുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കും. അതിന് ഏതെങ്കിലും കാനനിക്കൽ ഓർഡർ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അവർ പ്രാർത്ഥിക്കും. ഒരുമിച്ച് കൂടിയിരുന്ന് അവരുടെ സന്തോഷങ്ങൾ പറയും. പിന്നെ ഒരുമിച്ച് അവരുടെ ദുഃഖങ്ങളെയൊക്കെ പങ്കുവെക്കും. അങ്ങനെ ഒരു സ്വീറ്റ് മൊമെന്റ് അവരെല്ലാവരും ഉണ്ടാക്കിയെടുക്കും. ആയതുകൊണ്ട് തന്നെ അവരുടെ ബോണ്ടിങ് വളരെ വലുതാണ്. ദേവാലയം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ജയിച്ചവരുടെ മാത്രം സ്ഥലമല്ല എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് വർക്കൗട്ട് ചെയ്തത്. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഏതോ ഒരു സമയത്ത് ജീവിതത്തിന്റെ ഏതോ പാളിയിൽ വീണുപോയ നമ്മുടെ ഒരു മകനോ മകളോ ദൂരെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ രാത്രി വണ്ടിക്ക് തിരികെ വീട്ടിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. ടിക്കറ്റൊന്നും കൺഫേം അല്ലാത്തത് കൊണ്ട് വളരെ പാടുപെട്ട് ബുദ്ധിമുട്ടി ഏതെങ്കിലും ഒരു വണ്ടിയുടെ കോണിലോ ട്രെയിനിന്റെ സൈഡിലോ ഒക്കെ നിന്ന് അവർ വീട്ടിലേക്ക് വരും. കുറ്റബോധം കൊണ്ട് ഉള്ളിൽ നിറഞ്ഞ് തെറ്റുപറ്റിപ്പോയെന്ന് വീട്ടിലേക്ക് വന്നു കയറുന്ന അവരോട് ചോറ് വെള്ളത്തിലിട്ട് പോയി, ആയത് ഊറ്റിയെടുത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം, ഒരു ചമ്മന്തി അരച്ചു തരാം, ഒരു മുട്ട പൊരിച്ചതുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ വിട്ടുപോയത് ഒരുപക്ഷെ നല്ല സ്വീറ്റ് മൂമെന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ദൂരത്തായി പോയി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഈ ദേവാലയം ആയതിനെടുക്കുന്ന സ്റ്റെപ്പ്, അതിന്റെ യുവജന പ്രസ്ഥാനം, അതിന്റെ അമരക്കാരൻ ഇതിന് എടുക്കുന്ന ഒരു സ്റ്റെപ്പ്, അത് വളരെ അഭിനന്ദനീയമാണ്. എത്ര പ്രോത്സാഹിപ്പിച്ചാലാണ്, എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലാണ് മതിയാകുക എന്നെനിക്ക് അറിയാനായിട്ട് പാടില്ല. ഒരു കാര്യം എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളത്, ചിന്തിക്കാനായിട്ട് സമയം കിട്ടുന്നതിന് മുമ്പേ ആക്ട് ചെയ്തു തുടങ്ങുന്ന, പ്രവർത്തിച്ചു പോകുന്ന ഒരു തലമുറയിൽ അവർക്ക് ഇങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എത്ര അഭിനന്ദിച്ചാലാണ് മതിയാകുക. ശരിക്കും എന്നെ വല്ലാതെ ഉള്ളുലച്ച് കളഞ്ഞ പല സംഭവങ്ങളും ഈ വളരെ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ വളരെ പെട്ടെന്ന് അറിഞ്ഞതും എന്നെ വേദനിപ്പിച്ചതുമായി വലിയൊരു സംഭവം ഉണ്ടായത്. മാർക്ക് കുറഞ്ഞു പോയതിന് ടീച്ചർ വഴക്ക് പറഞ്ഞ് 2 വയസ്സുള്ള ഒരു കുഞ്ഞ് ബാത്റൂമിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒരുപക്ഷെ ഒന്ന് പറയാൻ ഇടമില്ലാത്ത, ഒരു തോട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് സ്ഥലമില്ലാത്ത ഒരു വലിയ സമൂഹത്തിൽ ഇങ്ങനെ ഈ ചില പ്രോഗ്രാമുകളൊക്കെ അവരെ ചില സ്ഥലമുള്ളവരാക്കി
അവരെ ചില ആശയങ്ങളുള്ളവരാക്കി ഒക്കെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ അച്ഛനെ അഭിനന്ദിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. എനിക്കറിയാം ഇന്ന് ഈ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ ഇനി അച്ഛൻ ഇവരെ എത്ര വഴക്ക് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവും, ഇവരുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ടാകും പരസ്പരം. അത് ഉറപ്പുവരുത്തുകയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ. ഈ ഇടവകയ്ക്ക് വലിയ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഞാൻ ഉറപ്പുവരുത്തുന്ന എന്റെ ദേവാലയത്തിൽ ഒരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത വിഷമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരിടം കൂടെയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. അതവര് കുറെ പേരെങ്കിലും ഒക്കെ അതിങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ട് ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആശ്രമത്തിലെ ഏറ്റവും ഇളയ ആൾക്ക് 80 വയസ്സായപ്പോ അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അയാളുടെ പിറകെ പിന്നെ ആശ്രമത്തിൽ ചേരാനായിട്ട് ആരും വന്നിട്ടില്ല. അയാൾക്ക് വളരെ വിഷമമായിട്ട് അയാൾ ദൂരെ താമസിച്ചിരുന്ന ഒരു സന്യാസിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് അയാളോട് പറഞ്ഞു, എനിക്ക് 80 വയസ്സായി, എന്റെ പിറകെ ഇനി ആശ്രമത്തിൽ ആരുമില്ലാതെ പോകും, ആശ്രമം അന്യമായി പോകും, അനാഥമായി പോകും എന്ന് പറഞ്ഞു. അയാൾ അവരോട് ഈ ചെന്ന 80 വയസ്സുകാരനോട് ആ സന്യാസി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മശിഹയാണ്. അയാൾ വർദ്ധിച്ച സന്തോഷത്തോടെ തിരികെ വന്നു. നാൽക്കവലയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ സന്യാസിയെ കണ്ടു. അയാൾ പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിലെ ഒരാൾ മശിഹയാണെന്ന് പറഞ്ഞു. ആശ്രമത്തിന്റെ മട്ടും ഭാവവും ഒക്കെ മാറാനായിട്ട് തുടങ്ങി. ഒരാൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ആശ്രമത്തിൽ ഒരു മശിഹ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ എങ്ങനെ പരുവപ്പെടുത്തി വെക്കും? എന്റെ ആശ്രമത്തിലെ ഒരാൾ മശിഹയാണെങ്കിൽ ഞാൻ മശിഹായ്ക്ക് ഇണങ്ങുന്ന മട്ടിൽ ജീവിക്കണം, മശിഹായ്ക്ക് ഇണങ്ങുന്ന മട്ടിൽ ഞാൻ സംസാരിക്കണം, മശിഹായ്ക്ക് ഇണങ്ങുന്ന മട്ടിൽ ഞാൻ എന്റെ പരിസരങ്ങളെയൊക്കെ ക്രമീകരിക്കണം. ആശ്രമത്തിന് വലിയ മാറ്റമുണ്ടായി. ധാരാളം ആളുകൾ അവിടേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും ഈ വലിയ സന്തോഷത്തിൽ ഇവരോടൊപ്പം വന്നു ചേർന്നു. വന്നു ചേരുന്ന എല്ലാവരോടും ആശ്രമത്തിന്റെ കവാടത്തിൽ വെച്ച് 80 വയസ്സുള്ള വൃദ്ധനായ സന്യാസി അവരെ സ്വീകരിച്ചിട്ട് അയാളോട് ഇങ്ങനെ പറയും, നമ്മളിൽ ഒരാൾ മശിഹയാണ്. ഒരുപക്ഷെ അത് നീ ആയിരിക്കാം കുഞ്ഞെ, ഒരുപക്ഷെ അത് നീ ആയിരിക്കാം.